40 ദിവസത്തെ യൂറോപ്യൻ സന്ദർശനത്തിന് തുടക്കമിട്ട് സ്വിറ്റ്സർലൻഡിലെത്തിയ മാതാമൃതാനന്ദമയി ദേവിക്ക് സ്നേഹനിർഭരമായ വരവേൽപ്പ്. അമ്മയെ കാണാനും സ്നേഹാലിംഗനം ഏറ്റുവാങ്ങാനുമായി ആയിരക്കണക്കിന് ആളുകളാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിയത്. അന്ധകാരത്തെ അകറ്റി മനസ്സിൽ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ദീപപ്രഭ ചൊരിഞ്ഞ് അമ്മയുടെ സ്വിറ്റ്സർലൻഡ് സന്ദർശനം. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദീപാവലി ദിവസം തന്നെ അമ്മ എത്തിയപ്പോൾ അതൊരു അവിസ്മരണീയ നിമിഷങ്ങൾ സമ്മാനിക്കുകയായിരുന്നു സ്വിറ്റ്സർലൻഡ് നിവാസികൾക്കെല്ലാം. ലോകശാന്തിക്കായുള്ള മന്ത്രം ഉരുവിട്ട അമ്മയും അവർക്കൊപ്പം ചേർന്നു. സ്വിറ്റ്സർലൻഡ് പാർലമെന്റ് അംഗവും ഹിൽസ്ലാഡൻ ക്ലിനിക്കിലെ ന്യൂറോളജിസ്റ്റുമായ റെറ്റോ അഗോസ്റ്റി, സ്വിറ്റ്സർലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി മൃദുൽ കുമാർ, നടിയും സാമൂഹിക മാധ്യമങ്ങളിലെ താരവുമായ സോയി പാസ്തൽ എന്നിവർ ചേർന്നാണ് അമ്മയെ ഹാരമണിയിച്ച് സ്വീകരിച്ചത്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണ് അമ്മയെന്ന് സ്വിറ്റ്സർലൻഡ് ഇന്ത്യൻ സ്ഥാനപതി മൃദുൽ കുമാർ പറഞ്ഞു. ജാതിയുടെയോ മതത്തിന്റെയോ നിറങ്ങളുടെയോ അതിർവരമ്പുകളില്ലാതെ നിർലോഭമായ സ്നേഹമാണ് അമ്മ പകരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. True honest love liberates, and when we see Amma as this shining example of compassion and love, we see that her love holds no bounds. It does not see gender, it does not see color, it does not see races. This love is for everybody. 3 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിന്റെ ഭാഗമായി അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം, ഭജന ദർശനം എന്നിവ നടന്നു. അമ്മയെ കാണാനും സ്നേഹാലിംഗനം ഏറ്റുവാങ്ങാനുമായി നിരവധി പേരാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിയത്. തുടർന്ന് അമ്മ സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം TV.